വയനാട്ടിലെ കാട്ടാന ആക്രമണം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. യുവാവ് കൊല്ലപ്പെട്ടതിൽ ഒന്നാം പ്രതി വനം മന്ത്രിയും വകുപ്പുമാണെന്ന് ടി സിദ്ദിഖ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതായി വനംവകുപ്പ് മന്ത്രി സഭയെ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. പ്രതിപക്ഷത്തു നിന്നും ടി സിദ്ദിഖ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സംസാരിച്ചത്. സർക്കാരിന്റെ അലംഭാവമാണ് വയനാട്ടിൽ യുവാവിന്റെ ജീവനെടുത്തതെന്ന് സിദ്ദിഖ് കുറ്റപ്പെടുത്തി. ആനയെ ട്രാക്ക് ചെയ്യാനോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ കഴിഞ്ഞില്ല. സംഭവത്തിൽ വനം മന്ത്രിയും വകുപ്പുമാണ് ഒന്നാം പ്രതിയെന്നും സിദ്ദിഖ് ആരോപിച്ചു. വേലൂർ മഗ്ന എന്ന് പറയുന്ന ഈ ആന വന്ന സന്ദർഭത്തിൽ നിങ്ങളെടുത്തിരുന്നുവെങ്കിൽ അജി എന്ന് പറയുന്ന സാധാരണക്കാരൻ ഇപ്പം മരിക്കില്ല. അന്തർ സംസ്ഥാന ഏകോപനത്തിന് ഒരു നടപടിയും സ്വീകരിക്കാത്ത, നിയമപരമായ ഒരു നടപടികൾക്ക് നേതൃത്വം കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ആണ് സാർ ശ്രീ അജിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി. അങ്ങയുടെ വകുപ്പും അങ്ങുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സാർ. അതേസമയം ആനയുടെ വിവരം 3 മണിക്കൂർ വൈകിയാണ് കർണാടക സർക്കാർ നൽകിയതെന്നും ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പോരായ്മ സംഭവിച്ചെന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മറുപടി നൽകി. നിയമപരമായാണ് വകുപ്പ് മുന്നോട്ടു പോകുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതായും മന്ത്രി സഭയെ അറിയിച്ചു. ഇപ്പോൾ പാസിംഗ് ഔട്ടായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ 170 പേരെ വയനാട് ജില്ലക്ക് കൊടുക്കുകയാണ്. ആ 170 പേരിൽ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 സ്പെഷ്യൽ RRTകൾ രൂപീകരിക്കാനുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇന്നലെ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി. അതിന്റെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? ബോധമില്ലാത്ത ആനയല്ല, കഴിവുകെട്ട സർക്കാരാണ് പ്രതിയെന്ന്. സാർ, അത് തന്നെയാണ്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയമായിരിക്കുന്നു. അതേസമയം വനം മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല. അതിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.